റംസാൻ മാസപ്പിറവി കണ്ടതോടെ വിശ്വാസി സമൂഹത്തിന് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുന്ന ദിനരാത്രങ്ങൾക്ക് ഇനി പ്രാർത്ഥനാ നിർഭരമാകും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാനാണ് ഇത്തവണ വിശ്വാസികൾക്ക്. أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നതും നാം തന്നെ. സൃഷ്ടാവിന്റെ ഈ വാക്കുകളാണ് റംസാൻ മാസം വിശ്വാസികളെ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാക്കുന്നത്. കാരുണ്യത്തിന്റെ ആദ്യ പത്തും പാപമോചനത്തിന്റെ രണ്ടാം പത്തും പിന്നിട്ട് അവസാന പത്തിൽ നരകമോചനം തേടുന്നു വിശ്വാസികൾ. അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിലൂടെ സഹജീവിയുടെ യാതനകൾ അറിയുന്നു. മാനവരാശിക്ക് വഴികാട്ടിയായി ഖുർആൻ അവതരിപ്പിച്ച മാസം കൂടിയാണ് റംസാൻ. ഖുർആൻ പാരായണത്തിനായി കൂടുതൽ സമയം വിശ്വാസികൾ മാറ്റിവെക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം എന്നതിൽ ഏറ്റവും പവിത്രമായ ഒരു ശ്രേഷ്ഠത തന്നെയാണ്. പകലിലെ വ്രതവിശുദ്ധിക്കൊപ്പം രാത്രിയിലെ തറാവീഹ് നമസ്കാരം റംസാനിലെ മാത്രം പ്രത്യേകതയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലെ അന്തരം ഒഴിവാക്കാൻ സ്വന്തം സമ്പാദ്യത്തിലെ ഒരു വിഹിതം ദാനമായി നൽകുന്നു. സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറുകളുടെ ദിനങ്ങൾ കൂടിയാണ് ഇനി. മനസ്സിനൊപ്പം വീടും ചുറ്റുപാടുകളും ആത്മീയ പ്രഭ ചൊരിഞ്ഞാണ് വിശ്വാസികൾ റംസാനെ വരവേൽക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.